നമസ്കാരം. SP ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് അറിയാം, ഇന്ന് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF എന്ന് പറയുന്ന മുന്നണിയിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ കള്ളം ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ കയറിയതാണ് എന്ന് നമുക്ക് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്നത്? സത്യത്തിൽ കള്ളം വിൽക്കുകയായിരുന്നു. നമുക്കറിയാം, സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി വന്നിട്ടുണ്ടാകും എന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും, പ്രത്യേകിച്ച് കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനിയായ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ വലിയ തന്ത്രപൂർവ്വം കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട് നടന്നു എന്ന് ആർക്കും സംശയമൊന്നുമില്ലാതെ അറിയാം. ഇന്ന് നമ്മൾ ഓരോന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ നമുക്ക് ഇന്ന് കേരളത്തിലെ നീറുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ. അതിനെ UDF എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും കത്തിക്കൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട സമരമാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുയർത്തിയിരുന്ന ആവശ്യം. എന്നാൽ ഇപ്പോഴും അവർ മേടിക്കുന്നത് 12,000 രൂപ മാത്രമാണ് ഓണറേറിയം എന്ന് ആലോചിച്ച് നോക്കുക. അതായത് UDF സർക്കാർ 3,000 രൂപ വർദ്ധിപ്പിച്ചിട്ട് കൂടി അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വെറും 12,000 രൂപ ഓണറേറിയമാണ്. ഇനി ഇതിനകത്ത് നടന്ന കള്ളക്കളി എന്താണ്? ശരിക്കും ഇവരിലേക്ക് 9,000 രൂപ ഓണറേറിയം എന്ന നിലയ്ക്ക് എത്താനുള്ള കാരണം ആര് കാരണമാണ്? അതും UDF അല്ലെങ്കിൽ കാരണമാണോ? അല്ല, UDFകാർ വെറും 500 രൂപയുടെ വർധനവാണ് അവരുടെ ഭരണകാലഘട്ടത്തിൽ ഈ പറയുന്ന ആശമാർക്ക് നൽകിയിരുന്നത്. തുടർന്ന് 10 വർഷത്തിന് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരുകൾ ഈ പറയുന്ന അവർക്ക് വേണ്ട വേതന വർധനവ് അല്ലെങ്കിൽ ഓണറേറിയത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ 12,000 എന്ന് പറയുന്ന കണക്കിലേക്കെങ്കിലും അവരെത്തി നിൽക്കുന്നത്. അപ്പോൾ ആശമാർക്ക് കൊടുക്കാമെന്ന് പറയുന്ന 21,000 എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊരു കള്ളത്തരം ഈ പറയുന്ന UDF പ്രചരിപ്പിച്ചിരുന്നത്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അധികാരം പിടിച്ചടക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യം. ആശമാരെ ഈ പറയുന്ന SUCI എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും രാഷ്ട്രീയ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് SUCI എന്ന് പറയുന്ന ഒരു സംഘടന ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി സമരം നടത്തിയത്. ഫലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സമരം ഇടത് സർക്കാരിനെതിരെ മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഈ ആശ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തന്നെ കേന്ദ്രത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇതിനകത്ത് ഇൻസെൻറ്റീവ് അടക്കമുള്ള ഇവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ശരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങൾ, ഇവരുടെ വേതനം അല്ലെങ്കിൽ ഇവർക്ക് ഒരു വിരമിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ അനുവദിച്ച് നൽകേണ്ടതും ഇവരെ ഒരു തൊഴിലാളികൾ എന്നുള്ള നിലയിൽ അംഗീകരിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടതും സത്യത്തിൽ കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്നതാരാണ് എന്ന് ചോദിച്ചാൽ BJP ആണ്. ആ BJPക്കെതിരായി എപ്പോഴെങ്കിലും ഈ ആശമാർ സമരം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ SUCI എന്ന് പറയുന്ന സംഘടന ശരിക്കും BJPക്കും കോൺഗ്രസിനും വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന് എതിരായി ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തിൽ നടത്തിയത് എന്ന് നമുക്കറിയാം. അതായത് ഇവരുടെ സമരപ്പന്തലിൽ അന്ന് INTUCക്കാർ പോലും പങ്കെടുക്കാതെ, INTUC എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന, K കരുണാകരൻ ഉണ്ടാക്കിയ സംഘടന. അപ്പോൾ ആ സംഘടനയുള്ളവർ പോലും എന്താ പറയുക, പിന്തുണ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ പോലും അവരെന്ത് ചെയ്തു? കോൺഗ്രസിലെ VD സതീശനും രാഹുൽ മാങ്കൂട്ടവും UDFിൽ നിന്നുള്ള KK രമയും ഉമാ തോമസും അടക്കമുള്ളവർ സമരപ്പന്തലിലെത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ കോൺഗ്രസ്സുകാർ മാത്രമാണോ സമരപ്പന്തലിലേക്ക് പോയത്? അല്ല. സുരേഷ് ഗോപി പോയിട്ടുണ്ട്, V മുരളീധരൻ പോയിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ പറയുന്ന സമരപ്പന്തലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും ഇവർ അല്ലെങ്കിൽ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒരു ഉപകരണമായി SUCIക്കാർ അല്ലെങ്കിൽ ആശാവർക്കർമാർ എന്നുള്ള പേരിൽ അവിടെ സമരമിരുന്നവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമല്ലേ? അതാണ് ഏറ്റവും വലിയ കള്ളമായി നിൽക്കുന്നത്. എന്നിട്ടും ഇവിടെ ആശമാർക്ക് വേണ്ടിയിട്ടുള്ള ഓണറേറിയത്തിൽ വർധനവ് വരുത്തിയോ? അതായത് അവർ പറഞ്ഞ 21,000 ആക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം നടപ്പിലായോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. അതായത് ഇനിയും ഈ പറയുന്ന ഈ ഒരു വർഷം 2027 എത്തുന്നത് വരെ അവർ ഈ 12,000 രൂപ എന്ന് പറയുന്ന ഓണറേറിയം മാത്രമായിരിക്കും വാങ്ങുക. കാര്യം ബഡ്ജറ്റിൽ നീക്കിയിരിപ്പ് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അടുത്ത കാര്യം, അടുത്ത കള്ളം എന്തായിരുന്നു?
ഇവിടെ വനിതകൾക്കായി ഇവിടെ എന്തൊക്കെയോ മലമറിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അതായത് പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന 2000-ൽ നിന്നും 3000-ലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2000-ൽ നിന്ന് 3000-ലേക്ക് ഉയർത്തുമ്പോൾ ഒരു വർധനവ് ഒരു വ്യക്തിക്ക് 1000 രൂപ എന്നുള്ള കണക്കിൽ 64 ലക്ഷം പേർക്കുള്ള തുക ഈ പറയുന്ന ബഡ്ജറ്റിൽ മാറ്റിവെക്കേണ്ടതും വകയിരുത്തേണ്ടതുമായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ആ തുക ഈ കഴിഞ്ഞു പോയ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടോ? അത്രയും തുക, അതായത് 3000 എന്നുള്ള കണക്ക് വെച്ചുകൊണ്ട് അത്രയും തുക വകയിരുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഫലത്തിൽ ഈ പറയുന്ന 3000 ആക്കുമെന്ന് പറയുന്നത് വെറും ഒരു വാഗ്ദാനമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഇന്നുണ്ട്. എന്നാൽ അവിടെ അത് മാത്രമല്ല നമ്മൾ ഭയക്കേണ്ടത്. ഈ പറയുന്ന വി.ഡി. സതീശൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്ന പലരും ഈ ലോസ് ഏഞ്ചൽസിൽ നിന്ന് പെൻഷൻ കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പലരുടെയും മക്കൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെൻഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യം വി.ഡി. സതീശൻ വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരെ ഈ പദ്ധതി നിന്നും ഒഴിവാക്കും. അതായത് ഒരു കൃത്യമായ ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഈ അനാവശ്യമായി എന്ന് വി.ഡി. സതീശൻ പറയുന്ന, അതായത് ഇന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന 64 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 50% ആൾക്കാരെ വെട്ടിക്കുറച്ചുകൊണ്ട് പെൻഷൻ പദ്ധതി പുനർനിർവചിക്കുന്ന തരത്തിലേക്കായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ 3000 ആക്കും എന്ന് പറഞ്ഞ ആ കള്ളത്തരവും ഇവിടെ പൊളിഞ്ഞ് അടുങ്ങുന്നു. അപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ കള്ളത്തരങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വിഷയം ഇവിടെ എന്താണ്, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 400-ലധികം കോടി രൂപയുടെ അധിക വരുമാനം ഇവിടെ സംസ്ഥാന സർക്കാരിനുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ പെട്രോളിനും ഡീസലിൻ്റെയും വില കുറയ്ക്കുന്നതിനാവശ്യമായി കേരളത്തിന് കിട്ടുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന അധിക നികുതി വേണ്ട എന്ന് വെച്ചാൽ മാത്രം മതി എന്ന് ഒരു വലിയ കാര്യം ഇവിടെ പറഞ്ഞു വരുത്തി. ഞങ്ങൾ ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഞങ്ങൾ അത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശൻ, അല്ലെങ്കിൽ UDF അധികാരത്തിൽ കയറുന്നതിന് തൊട്ട് മുൻപായി വി.ഡി. സതീശൻ എന്ന് പറയുന്ന നിയുക്തനായിരുന്ന മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, ഞങ്ങൾ അത് പഠിച്ചിട്ടേ ചെയ്യൂ. പിന്നെ എന്തിനായിരുന്നു പഠിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞു പോയ ഒരു സർക്കാരിനെതിരായി പ്രചരണം സംഘടിപ്പിച്ചത്? വളരെ വ്യക്തം, ജനങ്ങളെ പൊട്ടന്മാരാക്കുക, അതിലൂടെ LDF-ൽ നിന്നും അധികാരം UDF-ലേക്ക് കൊണ്ടെത്തിക്കുക. ഇത് മാത്രമായിരുന്നു ലക്ഷ്യം, അല്ലാതെ ജനനന്മയല്ല. അങ്ങനെ ജനനന്മയായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞു പോയ ഈ ബഡ്ജറ്റിൽ തന്നെ കൃത്യമായി അതിന് വേണ്ട ഒരു മുന്നൊരുക്കം നടത്തിയേനെ. ഇനി മറ്റൊരു കള്ളത്തരമുണ്ടല്ലോ, പ്രിയദർശിനി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന ഒരു പദ്ധതി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ തുടങ്ങിയല്ലോ. ആ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എല്ലാ സ്ത്രീകളും സന്തുഷ്ടകളാണോ? അല്ല. എന്തുകൊണ്ടാണ്? കേരളത്തിലെ എല്ലാ വീടാന്തരം കയറി നടന്നുകൊണ്ട് വി.ഡി. സതീശൻ എന്ന് പറയുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവും KC വേണുഗോപാൽ എന്ന് പറയുന്ന AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ സകല ബസ്സുകളിലും വീടുകളിലും കയറി ഇറങ്ങി പറഞ്ഞ എന്താണ്, നിങ്ങൾക്കിനി ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ വേണമെങ്കിലും യാത്ര പോകാം, നിങ്ങൾക്ക് വിനോദയാത്ര പോകാം, എവിടെ വേണമെങ്കിലും സൗജന്യമായി നിങ്ങൾക്ക് യാത്ര ചെയ്യാം എന്നായിരുന്നു നമ്മുടെ വനിതകൾക്ക് നൽകിയ കള്ളത്തരം നിറഞ്ഞ ഉറപ്പ്. എന്നിട്ട് എന്താക്കി? അതിനെ ലോക്കൽ ബസ്സുകളിലേക്ക് അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകളിലേക്ക് ചുരുക്കി. അപ്പോഴും സ്ത്രീകളോട് പറഞ്ഞ കള്ളത്തരം ബാക്കിയാണ്. അപ്പം ഇവിടെ കള്ളമുണ്ട്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? ഓർഡിനറി ബസ്സുകളെ പലതിനെയും സിറ്റി ഫാസ്റ്റ് എന്നുള്ള നിലയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വീണ്ടും സ്ത്രീകൾക്ക് വഞ്ചിക്കാൻ തുടങ്ങി. അപ്പോൾ വനിതകൾക്കുള്ള ഞങ്ങൾ സൗജന്യം കൊടുത്തു എന്നുമായി ബസ്സുകളുടെ എണ്ണം കുറയുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന വനിതകൾക്ക് സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഏറെ നേരം കാത്തു നിൽക്കേണ്ട ഗതികേട് കൂടി ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഇനിയും നിരവധി കള്ളങ്ങൾ ഉണ്ടെന്നേ. ഇവിടെ ഏറ്റവും വലിയ കള്ളം എന്തായിരുന്നു? ഏറ്റവും അധികം വിറ്റുപോയൊരു കള്ളം എന്തായിരുന്നു? മതമായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരുന്ന ഒരു കള്ളം. ഇവിടെ എന്താ പറഞ്ഞത്? ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളിലേക്ക് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു കള്ളം ഇപ്പോഴത്തെ സാഹചര്യം എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ UDF പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വി.ഡി. സതീശൻ നുണ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഇവിടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും BJPയും കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനവർ ഉദാഹരണമായി കാണിച്ചത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ അവിടെയും ഇവിടെയും നടത്തിയ ചില പ്രസംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. ഇത് കൂടുതൽ ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് ഇതേ വിഷയം അദ്ദേഹം സമസ്തയുടെ ഏറ്റവും വലിയ ഒരു വേദിയിൽ, കേരള യാത്രയുടെ സമാപന വേദിയിൽ കയറിയുന്നുകൊണ്ട് പറഞ്ഞ ഒരു ആളിൻ്റെ പേര് വി.ഡി. സതീശൻ എന്നായിരുന്നു. സതീശൻ അവിടെ കയറിയുന്നുകൊണ്ട് പ്രസംഗിച്ചു, മതത്തെക്കുറിച്ച് പ്രസംഗിച്ചു. എന്തിന്? ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട്.
അപ്പോഴും സമസ്തയുടെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾക്ക് മതം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമേ അല്ല ഇത് എന്ന് അദ്ദേഹത്തിന് കാന്തപുരത്തിന് പറയേണ്ടി വന്നു. അപ്പം ഇത് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രീതിയിൽ കള്ളം പ്രചരിപ്പിച്ചു. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നീട് അങ്ങനെയൊരു ഡീൽ UDFും അല്ലെങ്കിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് 100 ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എവിടെയാണ്, ഇവിടുന്ന് VD സതീശൻ എന്ന് പറയുന്ന നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇവിടെ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യുന്നതും അവിടെ പോയി NDAയുടെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു നേതാവിനെ വീട്ടിൽ പോയി കാണുന്നതും ഏത് ഡീലിന്റെ ഭാഗമാണ് എന്ന് കേരളക്കാർ ചോദിക്കേണ്ടി വരും. അതിനുശേഷം അദാനി ഗ്രൂപ്പിന്റെ ഒരു പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ് എന്നും ചോദിക്കേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരാൻ കാരണം എന്താണ്? VD സതീശൻ അടക്കമുള്ള UDF നേതാക്കൾ കള്ളം പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സ്വർണ്ണക്കടത്ത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞു പരത്തിയത്? കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ സ്വർണ്ണക്കൊള്ളയ്ക്ക് അല്ലെങ്കിൽ സ്വർണം മറിച്ചു വിൽക്കുന്നതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നൊരു വലിയ കള്ളം ഇവിടെ വിറ്റില്ലേ? ഇതിനകത്ത് പിടിക്കപ്പെട്ടവരെല്ലാം കോൺഗ്രസ്സുകാർ CPMകാരാണ് എന്ന് പറഞ്ഞു പറ്റിച്ചില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വലിയ കള്ളം ദേശീയ നേതാവ് പോലും കേരളത്തിൽ വന്ന് പറഞ്ഞില്ലേ? ഏറ്റവും ഒടുവിൽ ഇതേ ദേശീയ നേതാവിൻ്റെ അമ്മയ്ക്കൊപ്പം ആ സ്വർണം മോഷ്ടിച്ചവൻ നിന്ന് ഫോട്ടോ എടുത്ത് ഈ കേരളവും രാജ്യം മുഴുവൻ ഇങ്ങനെ വിതരണം നടത്തിയില്ലേ? അപ്പോൾ ഏറ്റവും വലിയ കള്ളം വിൽക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ഞങ്ങൾ മദ്യത്തിനെതിരാണ് എന്ന് പറഞ്ഞു, കേരളത്തിൽ മദ്യനയം തിരുത്തണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുമായി ഇപ്പം നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കളം പിടിച്ച് നിറഞ്ഞാടുന്ന ഈ സാഹചര്യത്തിൽ പെട്ടെന്നാണ് ഇവിടെ 251% ബെക്കാഡിയുടെ നികുതി എടുത്ത് മാറ്റുന്നു. അത് 120% എന്ന് പറയുന്ന നിലയിലേക്ക് കൊണ്ടെത്തുന്നു. തൽഫലമായി സംസ്ഥാന ഖജനാവിന് 600 കോടിയുടെ നഷ്ടമുണ്ടാകാൻ പോകുന്നു. ഇത് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ സംഘപരിവാറിനെതിരാണ് എന്ന് അന്ന് 100 വട്ടം പറഞ്ഞുകൊണ്ട് കിടന്ന ഇതേ സർക്കാർ അല്ലെങ്കിൽ ഇതേ ഈ UDF ഇന്ന് ചെയ്യുന്ന എന്താ? PM ശ്രീ പോലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെ എതിർത്തുകൊണ്ട് അന്ന് നടന്നവരെല്ലാം ഇന്ന് അതിൻ്റെ പിന്നാലെ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ കള്ളം വിറ്റതിലൂടെ, കള്ളത്തരം പ്രചരിപ്പിച്ചതിലൂടെ, പൊതുജനങ്ങളിലേക്ക് കള്ളം എത്തിച്ചതിലൂടെ അധികാരം പിടിച്ചെടുത്ത കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ സർക്കാരായിരിക്കും ഒരുപക്ഷെ UDFൻ്റേത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അത്രമാത്രമുണ്ട്. കള്ളങ്ങൾ പറഞ്ഞാൽ ഒന്നും തീരില്ല. ബാക്കിയുള്ള കള്ളങ്ങൾ നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.